നമ്മുടെ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. മസ്തിഷ്കത്തെ അമീബിയ ബാധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും കേൾക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് 2 പേർക്കോ 3 പേർക്കെങ്ങാണ്ട് ഈ രോഗം സ്ഥിരീകരിച്ചിട്ട് അവർ ചികിത്സയിലാണ്. അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരാൾക്കും പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾക്കും ഈ അസുഖം ബാധിച്ച് ചികിത്സയിൽ അവർ ആ അസുഖം മാറി തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് അതിതീവ്രം മരണ സാധ്യതയുള്ള ഒരു അസുഖമാണ്. 97% മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. 97% മരണസാധ്യതയുള്ള ഈ രോഗം നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളത് തള്ളിക്കളയരുത്. വെറും ഒരു രോഗം ബാധിച്ച് അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് പനി പോലത്തെ ഒരു അസുഖം വന്ന് മാറുന്നതാണ് എന്നൊരു ചിന്തയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നതെങ്കിൽ വളരെ സീരിയസ് ആയ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് മറ്റ് പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് പലതിനെ കുറിച്ച് സംസാരിക്കാതെ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഈ ലൈവിൽ വരുന്നത്. തിരുവനന്തപുരത്ത് 3 പേർക്ക് കൂടി ഈ രോഗം സ്ഥിരീകരിച്ചതായിട്ട് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കോ 3 പേർക്കോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 2ഓ 3ഓ. അപ്പോൾ ആരോഗ്യവകുപ്പ് അങ്ങനെ പറഞ്ഞ സമയത്ത് ആരോഗ്യ വകുപ്പ് നൽകുന്ന കുറച്ച് മുന്നറിയിപ്പുകളുണ്ട്. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം, കുളം, അതുപോലെ തന്നെ ഈ അധികകാലം വൃത്തിയാക്കാതെ കിടക്കുന്ന നമ്മുടെ വാട്ടർ ടാങ്കുകൾ, ഇതൊക്കെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖം പിടിപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതായത് ഇവിടെയൊക്കെ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. ഈ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് അമീബിയ ചെളിയിൽ ഉണ്ടാവുകയും ആ ചെളിയിൽ ഉണ്ടാകുന്ന അമീബിയ നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ വെള്ളം കലങ്ങും. സ്വാഭാവികമായിട്ടും ചെളി വെള്ളത്തിൽ കലങ്ങും. അങ്ങനെ കലങ്ങുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ വല്ല ഓപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുകൂടെ അമീബ നമ്മുടെ ശരീരത്തിലേക്ക്, മെനിഞ്ചൈറ്റിസിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. മൂക്കിൽ വല്ല മുറിവുകളോ അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും ഇതിനു മുമ്പ് ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി അമീബ മെനിഞ്ചൈറ്റിസിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെവിയിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണ് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അമീബ അവരുടെ മെനിഞ്ചൈറ്റിസിലേക്ക് കയറുകയും അതിന്റെ തുടർച്ചയായിട്ട് ഈ പറഞ്ഞ അമീബിക് എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം അത് പിടിപെടാനുള്ള സാധ്യതയും കൂടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ഒരുപാട് കാലം കഴുകാതെ കിടക്കുന്ന വാട്ടർ ടാങ്ക്, ഇതിലൊന്നും വെള്ളം നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത്, അതിലിറങ്ങുകയോ ഒന്നും ചെയ്യരുത് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 97% മരണസാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. ഈ 97% മരണസാധ്യത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്ത് ഈ അസുഖം ബാധിച്ച് രക്ഷപ്പെട്ട ആളുകളുടെ എണ്ണം 11ആണ്. നിങ്ങൾ അറിയണം, വെറും 11 പേരാണ് ഈ അസുഖം ബാധിച്ച് ചികിത്സയിലൂടെ ലോകത്ത് രക്ഷപ്പെട്ടുള്ള ആളുകൾ. അതിൽ 2 പേര് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിലാണ് 2 പേര് ഈ അസുഖത്തിൽ നിന്ന് റിക്കവർ ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ളത് ആശുപത്രിയിൽ നിന്ന്. ഇപ്പൊ തിരുവനന്തപുരത്ത് ചികിത്സയിലുണ്ട് 2ഓ 3ഓ പേര്. അപ്പോ ഈ അമീബക്കെതിരെ പ്രവർത്തിക്കുന്ന 5 മരുന്നുകൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള ചികിത്സ നടത്തുന്നത്. ഈ 5 മരുന്നുകൾ നമുക്ക് ഇത് എപ്പോൾ ചികിത്സിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും കുളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെള്ളം ഉപയോഗിച്ചതിന് ശേഷം അതിതീവ്രമായിട്ടുള്ള തലവേദന, ഛർദി, ഓക്കാനമുരവ്,
പിന്നെ കഴുത്ത് ഇങ്ങനെ തിരിക്കാൻ പറ്റാതാവല്, ഇത് പനി, ഇതൊക്കെയാണ് ഈ പറഞ്ഞ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ സിംറ്റംസ് എല്ലാം തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാൻ. എങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് ഏർലി സ്റ്റേജിൽ ഇത് പരിശോധിച്ച് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഏർലി സ്റ്റേജിൽ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ട് നമുക്ക് ആളെ റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു അസുഖം നമ്മുടെ നാട്ടിൽ പിടിക്കുന്നുണ്ട്. ഇത് പകർച്ചവ്യാധിയല്ല കേട്ടോ, ആരും അങ്ങനെ ഒരു പേടി വേണ്ട. ഇത് വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ ഇതേപോലെ പറഞ്ഞാണ്. വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കുന്ന വാട്ടർ ടാങ്കുകൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ കുളം, എന്തെങ്കിലും കുഴികൾ, അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന, മൃഗങ്ങളെ കുളിപ്പിച്ചിട്ടുള്ള കുളങ്ങളോ കുഴികളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ എന്താ പറയാ കുളിക്കാതിരിക്കുക എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രിക്കോഷൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് അത് ക്ലീൻ ചെയ്തിട്ട് എത്ര കാലമായി എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്ന, എല്ലാ ദിവസവും അതിനകത്തേക്ക് വെള്ളം വരുന്നു, വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പൊ ചെളി പോകാനൊരു വഴിയില്ല, അത് ചെളി അതിനകത്ത് കിടക്കണ്ടോ. അതിനകത്ത് അമീബ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സിനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുകയാണ്, വളരെ സീരിയസ് ആയ ഒരു അസുഖമാണ് നമ്മുടെ നാട്ടിൽ പിടിപെടുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ആ അസുഖം പിടിപെട്ട് അത് റിക്കവറി സ്റ്റാറ്റസ് വളരെ കുറവാണ്, റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 97% മരണസാധ്യതയുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു അസുഖം നമുക്ക് വരാതെ നോക്കുക എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രിക്കോഷൻസ്. അതിന് വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ആർക്കും ഒരു അസുഖവും പിടിപെടാതെ ഈ മഴക്കാലവും ഈ ദുരിതകാലവും ഒക്കെ കഴിഞ്ഞു പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.